തീവെട്ടി തങ്കുവിനെ മകടിയൂതി പണി മേടിക്കാൻ കൊണ്ടുപോകുന്നു. കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരനും കുടുംബകലക്കിയുമായ തീവെട്ടി തങ്കുവിന്റെ തരികടകൾ ഞങ്ങൾ പരമ്പരകളായി നൽകിയതിനെ തുടർന്നാണ് കേരളത്തിലെ ഇവന്റെ പൈശാചിക സഭ തകരുകയും കച്ചവടം ഗണ്യമായി കുറയുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ഇവൻ തട്ടകം മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇപ്പോഴും തലയിൽ വെളിച്ചം കയറിയിട്ടില്ലാത്ത മുണ്ണകൾ ധാരാളമുള്ള ആന്ധ്ര, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് പൈശാചികൻ തങ്കുവിൻ്റെയും സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുന്നത്. ആദ്യ സമയങ്ങളിൽ സ്ത്രീകളുടെ ആഭരണങ്ങളും അരിഞ്ഞാണവും വരെ ഊരി വാങ്ങി കോടികൾ സമ്പാദിച്ചു. ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി. ആത്മീയ കച്ചവടം പൊളിഞ്ഞാൽ ഉപജീവനത്തിനായി പെട്രോൾ പമ്പ്, കുപ്പിവെള്ള കച്ചവടം, സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല ലൈംഗിക ഉത്തേജന മരുന്നുകൾ വരെ ഉണ്ടാക്കി ഇദ്ദേഹം പല ബ്രാൻഡുകളിൽ വിപണനം നടത്തി. ഇതിൽ എല്ലാ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞു. ആകെ ഉണ്ടായിരുന്ന റീച്ച് എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റുകളും പല സ്ഥലങ്ങളിലും പൂട്ടിക്കെട്ടി. തങ്കു പ്രവാചക, മൊത്തത്തിൽ മുടിവാണല്ലോ എന്ന് അടുപ്പക്കാർ ചോദിക്കുമ്പോൾ അതിന് തങ്കു മറുപടിയായി പറയുന്നത് ദൈവം തന്നു, ദൈവം എടുത്തു എന്നാണ്. എൻ്റെ തീവട്ടിച്ചക്കൻ ക്രോണക്ക് നിക്കറുമിട്ട് സുശേഷ കച്ചവടത്തിന് ഇറങ്ങിയതിനെ തുടർന്നാണ് എനിക്ക് കാര്യമായ മുടിവ് തുടങ്ങിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആലയം പണിയുവാൻ എന്ന് പറഞ്ഞ് ലോകമെമ്പാടുമുള്ള മുണ്ണകളായ വിശ്വാസികളിൽ നിന്നും കോടികളാണ് ഇദ്ദേഹം കബളിപ്പിച്ചെടുത്തത്. ആ പണമെല്ലാം ബിനാമി പേരുകളിൽ റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ വ്യവസായ മേഖലകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടെ പണി കിട്ടുമെന്നായപ്പോൾ ഇന്ത്യ വിടുവാനുള്ള ശ്രമങ്ങളും ഇദ്ദേഹം ഇതിനിടയിൽ നടത്തിയിരുന്നു. അതുപോലെ റീച്ച് എക്സ്പ്രസിന്റെ പേരിലും കോടികൾ തട്ടിച്ചിട്ടുണ്ട്. ആ പണം നഷ്ടപ്പെട്ടവരെല്ലാം ഇപ്പോൾ സംഘടിച്ച് കേസ് കൊടുക്കുവാനുള്ള തീരുമാനത്തിലാണ്. ഫ്ലൈറ്റിൽ വെച്ച് അടിച്ച് കിണ്ടിയായി വേച്ചു വരുന്ന പ്രവാചകന്റെ തനിക്കുണം ഞങ്ങൾ പുറത്തുവിട്ടതു മുതലാണ് ഇദ്ദേഹത്തിന്റെ വചനക്കൊള്ള വ്യവസായത്തിന് കാര്യമായ ഇടിവ് സംഭവിച്ചു തുടങ്ങിയത്. അതുവരെ കത്തിക്കയറിപ്പോവുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സീറ്റിന്റെ പിൻവശത്തിരുന്ന് യാത്ര ചെയ്ത ഒരു പ്രമുഖ സിനിമാ സംവിധായകനാണ് ഞങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് അയച്ചു തന്നത്. അടിച്ചു പാമ്പായി പോകുന്നത് കണ്ട മുണ്ണകളല്ലാത്ത വിശ്വാസികൾ ഇദ്ദേഹത്തെ ഇപ്പോൾ കമ്മീഷൻ വ്യവസ്ഥയിൽ വചനക്കൊള്ളയ്ക്ക് വിളിക്കുമ്പോൾ മകടി ഊതിയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. മകടി ഊതി കളിയാക്കുന്നതാണെന്ന് പക്ഷേ ഇതുവരെ തീവെട്ടി തങ്കുവിന് മാത്രം മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ തങ്കുവിനെ മകടി ഊതി വചനക്കൊള്ളയ്ക്ക് കൊണ്ടുപോകുന്നത് കാണുക. नाचो खुशी से यीशु पैदा हुआ, 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 यीशु पैदा हुआ, यीशु पैदा
मस्त म्यूजिक बजा रहे हैं 1 2 3 तुम नाचो खुशी से പാമ്പിന് പാല് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ പാലും കൊടുത്ത് വണ്ടിക്കൂലിയും കൊടുത്ത് മകുടിയും ഊതി എതിരേറ്റു കൊണ്ടുപോകുന്നവരെ തന്നെ തിരിഞ്ഞു കടിക്കുമെന്നും കുടുംബം കലക്കുമെന്നും ആ പാവങ്ങൾ അറിയുന്നില്ല. ഇവൻ കബളിപ്പിച്ച ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും നിശബ്ദരായി കണ്ണീരോടെ ഇവിടെ കഴിയുന്നുണ്ട്. തങ്കു സിംഗപ്പൂരിൽ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോട് കാണിച്ച തരവഴികൾ അടുത്ത ദിവസം കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.